ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എയിം ഫോർ PSC MEM ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 185/2024 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ വരുന്ന 2024 ഡിസംബർ മാസം 28 നടന്ന സ്റ്റോർ കീപ്പർ, അസിസ്റ്റന്റ് ടൈം കീപ്പർ, ഓഫീസ് അറ്റൻഡന്റ് എന്നീ തസ്തികയിലേക്കുള്ള 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷന്റെ ചോദ്യ പേപ്പറിലെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി പാർട്ടിലെ 20 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചോദ്യ പേപ്പറിലെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡീറ്റെയിൽ ക്ലാസ് നമ്മുടെ മറ്റൊരു ചാനൽ ആയ എയിം ഫോർ PSCയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ എല്ലാവരും ആ ക്ലാസുകൾ കാണേണ്ടതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 81ാമത്തെ ചോദ്യം. സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്റർ ആണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകും? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സമചതുരാകൃതി, അതില് 1 മീറ്റർ നീളം, 1 മീറ്റർ തന്നെ വീതി. അപ്പം ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പൊ എത്രയായിരിക്കും? 1 × 1 = 1 മീറ്റർ സ്ക്വയർ. 1 മീറ്റർ സ്ക്വയർ തുണിക്ക് 100 രൂപയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പകുതി നീളവും വീതിയും ഉള്ളത്, പകുതി പറയുമ്പോൾ 0.5 ആകും. 1 മീറ്ററിന്റെ പകുതി 0.5 മീറ്റർ അല്ലെങ്കിൽ 50 സെന്റിമീറ്റർ നിർത്താലും നമുക്ക് മീറ്റർ തന്നെ എടുക്കുന്നതായിരിക്കും സുഖം. 0.5 മീറ്റർ തന്നെയായിരിക്കും വീതി. അപ്പം ഇതിന്റെ ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 0.5 × 0.5 എത്രയാണ്? 0.25 മീറ്റർ സ്ക്വയർ ആണ് ഈ പുതിയ തുണിയുടെ ഏരിയ. അതിന്റെ വില എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1 മീറ്റർ സ്ക്വയറിന് 100 രൂപയാണെങ്കിൽ 0.25 മീറ്റർ സ്ക്വയറിന് എത്ര എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 100 × 0.25/1 = 25. 25 രൂപയാണ് നമുക്ക് പുതിയ തുണിയുടെ വില എന്ന് പറയുന്നത്. അതായത് ഓപ്ഷൻ A 25 രൂപയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 82ാമത്തെ ചോദ്യം. ഏത് രണ്ട് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് 5 + 3 × 8 - 12 ÷ 4 = 3 എന്ന സമവാക്യം ശരിയാക്കുക? അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ഒരു സമവാക്യം, ഇതില് ഏതോ രണ്ട് ചിഹ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ നമുക്ക് ഈ ഉത്തരം 3 എന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് രീതി, ഇപ്പൊ ഈ തന്നിരിക്കുന്ന സമവാക്യം അതേപടി തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചുമ്മാ എത്ര കിട്ടുമെന്ന് നോക്കാം. 4. അപ്പോൾ ബോർഡ് മാസ് റൂൾ അനുസരിച്ചിട്ട് ആദ്യം ഈ പാർട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ 5 + 3 × 8 - 3 എന്ന് വരും. ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പം 5 + 24 - 1. ഇനി ഇവ രണ്ടും അഡീഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 29 - 3 ഉത്തരം 26 എന്നാണ് കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ 3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സമവാക്യത്തിൽ നമ്മൾ മാറ്റം വരുത്തണം. അതേതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഓപ്ഷൻ A ഒന്ന് നോക്കാം. ഓപ്ഷൻ A ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെ വരുമെന്ന്. അതായത് ഇവിടെ പ്ലസിന്റെ സ്ഥാനത്ത് മൈനസും മൈനസിന്റെ സ്ഥാനത്ത് പ്ലസും ഇട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 5 പ്ലസിന്റെ സ്ഥാനത്ത് മൈനസ് കൊടുക്കുക. 5 - 3 × 8 മൈനസിന്റെ സ്ഥാനത്ത് പ്ലസ് കൊടുക്കുക. +12 ÷ 4. അപ്പൊ ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ആദ്യം ഡിവിഷൻ ചെയ്യുകയാണ്. 5 - 3 × 8 + 3 എന്നാകും. അടുത്ത ഇൻറ്റു ചെയ്യണം. 5 - 24 + 3 ആകും. ഇനി ഇവ ചെയ്യണം. 5 - ഇത് തമ്മിൽ ചെയ്യുമ്പോൾ നമുക്ക് -24 നിന്നും 3 കുറയ്ക്കുമ്പോൾ 21 ആണ് കിട്ടുന്നത്. 5 - 21 ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് കിട്ടുന്ന വലിയൊരു സംഖ്യയാണെന്ന് മനസ്സിലാവും. 3 അല്ല കിട്ടുന്നതെന്ന് മനസ്സിലാവും. ഇനി നമുക്ക് ഓപ്ഷൻ ബിയിലോട്ട് കിടക്കും. അടുത്തത് മൈനസും ഡിവിഷനും ആണ് പറഞ്ഞിരിക്കുന്നത്. 5 + 3 × 8 ÷ 12 - 4 എന്ന് നോക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 5 + 3 × 8
12 മൈനസ് 4 എന്ന് ഞാൻ എഴുതി. ഇനി ഇവ തമ്മിൽ ഇൻഡു ചെയ്യണം. അപ്പോൾ 5 പ്ലസ് 24/2 24/12 മൈനസ് 4 എന്ന് ഞാൻ എഴുതി. 24 12 കൊണ്ട് നമ്മൾ ഹരിക്കുമ്പോൾ 5 പ്ലസ് 2 മൈനസ് 4 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ 8/12 എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഒരുമിച്ച് ചെയ്തത് കേട്ടോ. അപ്പം 5ഉം 2ഉം കൂടി കൂട്ടുമ്പോൾ 7 കിട്ടും. 7 മൈനസ് 4 ചെയ്യുമ്പോൾ 3 കിട്ടും. അതായത് നമ്മുടെ സമവാക്യം പറഞ്ഞ രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഓപ്ഷൻ ബി മൈനസും ഡിവിഷനുമാണ് മാറ്റിയിടേണ്ടത്. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ഓപ്ഷൻസ് വെച്ച് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പം ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 83ാമത്തെ ചോദ്യം. രണ്ട് സംഖ്യകളുടെ ലസാഗു 60ഉം ഉസാഖ 3ഉം. ഈ രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ 12ഉം ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ 7. അപ്പോൾ ഇത് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന റൂളാണ്. രണ്ട് നമ്പേഴ്സ് എയും ബിയും ആണെങ്കിൽ ആ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു LCM, അതായത് ലസാഗു ഇൻറ്റു ഉസാഖ HCF എന്നാണ് പറയുന്നത്. ഇതൊരു റൂളാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ട് നമ്പറിൽ ഒരു സംഖ്യ 12 ആണ് തന്നിട്ടുണ്ട്. 12 ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. LCM അതായത് ലസാഗു തന്നിരിക്കുന്നത് 60ഉം ഉസാഖ HCF തന്നിരിക്കുന്നത് 3ഉമാണ്. എങ്കിൽ രണ്ടാമത്തെ നമ്പർ അത്രേ. അപ്പം B ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു 3/12. 12ഉം 16 വെട്ടിപ്പോവും. ഇവിടെ 5 തവണ വരും. 5 ഇൻറ്റു 3 15. രണ്ടാമത്തെ സംഖ്യ പറയുന്നത് 15 ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പം കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 84ാമത്തെ ചോദ്യം. റൂട്ട് ഓഫ് 15 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 15 ഇൻറ്റു 12 എത്ര? അപ്പം ഈ ഒരു ചോദ്യം കാണുമ്പോൾ പേടിയൊക്കെ തോന്നും. കാരണം 15 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 15 ഇൻറ്റു 12 എന്ന്. അപ്പോൾ ഇവിടെ ആദ്യം 15 സ്ക്വയർ കണ്ടെത്തും, 12 സ്ക്വയർ കണ്ടെത്തും, എന്നിട്ട് 15 ഇവ തമ്മിൽ കൂട്ടും. അതിനുശേഷം 2 ഇൻറ്റു 15 ഇൻറ്റു 12 കണ്ടെത്തിയിട്ട് ഈ കിട്ടിയ തുകയിൽ നിന്നും മൈനസ് ചെയ്യും. അങ്ങനെയായിരിക്കും സാധാരണ ഒരാൾ ചെയ്യുക. പക്ഷെ ഇത് ചെയ്യേണ്ട വിധം കാണിച്ചു തരാം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഇവിടെ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടല്ലോ, 15ഉം 12ഉം. നമുക്കിവിടെ നമ്മൾ പഠിക്കുന്ന ഒരു ഓൾജിബ്രിക് ഫോമിലോട്ട് ആക്കാൻ പറ്റുമല്ലോ ഈ നമ്പറുകളെ. അതായത് റൂട്ട് ഓഫ് 15നെ ഞാൻ എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എ സ്ക്വയർ എന്നും പ്ലസ് ബി സ്ക്വയർ എന്നും 12നെ ബി ആയിട്ട് എടുത്ത ബി സ്ക്വയർ എന്നും മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി എന്നെഴുതാമല്ലോ. അതായത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്നായി. ഇനി ഇതിനെ ഞാൻ റീഅറേഞ്ച് ചെയ്തെഴുതുകയാണെങ്കിൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇത് ഈ ഒരു ഫോമിന്റെ എക്സ്പാൻഷൻ അല്ലായിരുന്നോ? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഫോമിന്റെ എക്സ്പാൻഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിനെ ഷോർട്ട് ആക്കി എഴുതി. അപ്പോൾ ഇതിന്റെ റൂട്ട് കളയുമ്പോൾ എ മൈനസ് ബി എന്നാകത്തില്ലേ? അതായത് എ എത്രയായിരുന്നു? 15. ബി എത്രയായിരുന്നു? 12. ഉത്തരം എന്താണ്? 3. അതായത് ഓപ്ഷൻ എ 3 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനെ ഓൾജിബ്രാക് ഫോമില് ഷോർട്ട് ഫോം ആയിട്ട് മാറ്റിയിട്ട് അതിൽ നിന്നും ഉത്തരം കണ്ടെത്തുകയായിരുന്നു. അത് ഇത് മൊത്തം ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 85ാമത്തെ ചോദ്യം. ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലവുമാണ്. അപ്പോൾ ഒരു മിശ്രിതം തന്നിട്ടുണ്ട്. അതിൽ വാട്ടർ ഈസ്റ്റു മിൽക്ക് എന്ന് എടുക്കുമ്പോൾ നമുക്ക് പറയാം 4:5 എന്നാണ് പറയുന്നത്. ഇനി തന്നിട്ടുണ്ട് ഇതിൽ വെള്ളത്തിന്റെ അളവ് 80 മില്ലി-ലിറ്റർ. അപ്പം വെള്ളം 80 മില്ലി-ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി പാല് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മിൽക്ക് എത്രയുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4/5 ഈക്വൽ ടു 80/x എന്ന് എഴുതാമല്ലോ. അല്ലെങ്കിൽ ഞാനത് x എന്ന് എഴുതാമല്ലോ കണ്ടുപിടിക്കേണ്ട മിൽക്കിൻ്റെത്. ഇനി ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ
80 ഇൻറ്റു 5/4 ഈക്വൽ ടു 80നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 20 കിട്ടും. 20 ഇൻറ്റു 5 100 ml. അതായത് പാലിന്റെ അളവെന്ന് പറയുന്നത് എത്രയാണ്? 100 മില്ലി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 86ാമത്തെ ചോദ്യം, 32 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10 മൈനസ് 2 നിന്ന് 20 കുറച്ചാൽ എത്ര? അതായത് 32 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10 മൈനസ് 2 ഇവയിൽ നിന്നും 20 കുറയ്ക്കണം. അപ്പോൾ അതിനെ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്: 32 ഇൻറ്റു 10 ബൈ 10 മൈനസ് 2 മൈനസ് 20. 32നെ 10 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 320 കിട്ടും. ബൈ 10 നിന്നും 2 കുറയ്ക്കുമ്പോൾ 8 കിട്ടും. മൈനസ് 20 ചെയ്യണം. 320നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 40 എന്ന് കിട്ടും. അപ്പോൾ 40 മൈനസ് 20 ഈക്വൽ ടു 20 ആണ് കിട്ടുന്നത്. അതായത് ഓപ്ഷൻ സി 20 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 87ാമത്തെ ചോദ്യം, 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ ബൈ 2.8 എത്ര? അപ്പോൾ 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 2.8 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ 6.4 സ്ക്വയറും 3.6 സ്ക്വയറും കണ്ടെത്തി തമ്മിൽ കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ മറ്റൊരു ഷോർട്ട് കട്ട്. ഇവിടെ നോക്കുക, 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ എന്നുള്ളത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിലല്ലേ കിടക്കുന്നത്? അതിന്റെ എക്സ്പാൻഷൻ ആണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത്. ആ ഒരു ഫോമിലോട്ട് എഴുതാം. അപ്പോൾ 6.4 സ്ക്വയർ എന്ന് പറയുന്നത് 6.4 പ്ലസ് 3.6 ഇൻറ്റു 6.4 മൈനസ് 3.6 എന്ന് എഴുതാമല്ലോ. ഹോൾ ഡിവൈഡഡ് ബൈ 2.8. 6.4ഉം 3.6ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. 6.4ഉം 3.6ഉം കൂടി കുറയ്ക്കുമ്പോൾ 2.8 കിട്ടും. ഡിവൈഡഡ് ബൈ 2.8. 2.8ഉം 2.8ഉം വെട്ടിപ്പോകും. ഇനി 10 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ ബി 10 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതും എന്താണ്, ഓൾജിബ്ര ഫോമിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഉള്ള ഇക്വേഷൻസ് പഠിച്ചിട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 88ാമത്തെ ചോദ്യം, 16.3 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെയും 12.1 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? അപ്പം ആദ്യം തന്നിരിക്കുന്നത് നമുക്കൊരു ത്രികോണമാണ്, സമഭുജ ത്രികോണം. അതിന്റെ ഒരു വശത്തിന്റെ നീളം 16.3 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 3 വശം അല്ലെങ്കിൽ അതിന്റെ ചുറ്റളവ് എത്രയായിരിക്കും? ഇൻറ്റു 3 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 48.9 സെന്റിമീറ്റർ. അടുത്തത് ഒരു സമചതുരമാണ്. അപ്പോൾ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 12.1 തന്നിട്ടുണ്ട്. സമചതുരത്തിന് 4 സൈഡുകളുണ്ട്, വശങ്ങളുള്ളതുകൊണ്ട് ഇതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 48.4 ആയിരിക്കും, 4 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്, ഇവരുടെ ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 48.9 മൈനസ് 48.4 കുറയ്ക്കുമ്പോൾ നമുക്ക് 0.5 സെന്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഈ ചോദ്യം കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 89ാമത്തെ ചോദ്യം, എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ്. ആദ്യത്തെ നോട്ടിന്റെ നമ്പർ 7575 ആണെങ്കിൽ അവസാന നോട്ടിന്റെ നമ്പർ എത്രയായിരിക്കും? അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന സംഖ്യ തുടക്കുന്ന നമ്പർ ഏതാണെന്ന് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, 7575 പ്ലസ് എത്ര നോട്ടുകളുണ്ട്? 60 എന്ന് തന്നിട്ടുണ്ട്.
അതിൽ നിന്നും 1 കുറച്ചാൽ മതി നമുക്ക് അവസാനത്തെ നമ്പർ കണ്ടെത്താൻ പറ്റും. അപ്പം ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7635 എന്ന് കിട്ടും. അതിൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പോൾ 7634 എന്നാണ് ഉത്തരം വരിക. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇത് ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 90ാമത്തെ ചോദ്യം, വിട്ടുപോയ പദസംഖ്യ ഏത്? ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് 1, 5, 11, 19, 29 -55. ഇതില് വിട്ടുപോയ സംഖ്യ ഏതെന്ന് ഇപ്പൊ നോക്കുക. 1, 5, 11, 19, 29 -55. 1ന്റെ കൂടെ 4 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 5 കിട്ടിയത്. 5ന്റെ കൂടെ 6 ആഡ് ചെയ്തപ്പോൾ 11 കിട്ടി. 11ന്റെ കൂടെ 8 ആഡ് ചെയ്തപ്പോൾ 19 കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ 2 വീതം കൂട്ടിക്കൂട്ടിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ 19ന്റെ കൂടെ എന്തായിരിക്കും? 8ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 10. 10 ആഡ് ചെയ്തപ്പോൾ 29 കിട്ടി. അപ്പോൾ 29ന്റെ കൂടെ 12 ആയിരിക്കും ആഡ് ചെയ്യുക. അപ്പോൾ എത്രയായിരിക്കും? 29 + 12 ചെയ്യുമ്പോൾ നമുക്ക് 41 എന്നായിരിക്കും കിട്ടുന്നത്. ഇനി അടുത്തത് 14 ആണ് ആഡ് ചെയ്യേണ്ടത്. നോക്കാം, 14 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 55 കിട്ടുമോ എന്ന് നോക്കാം. അപ്പോൾ 41 + 14 ചെയ്യുമ്പോൾ 55 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ശരി ഉത്തരം 41. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവർ തമ്മിലുള്ള അക്കങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അത് ഏതെങ്കിലും ഒരു പാറ്റേണിലാണോ വന്നിരിക്കുന്നത് നോക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന അവര് 2 വീതം കൂട്ടിക്കൂട്ടിയാണ് പോകുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമ്മുടെ ടെലിഗ്രാം ചാനലായ A4PSCയിൽ ഇന്നും PYQ സെഷൻസും ന്യൂ SCERT ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടി റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലായ A4PSCയിൽ അവൈലബിൾ ആണ്. യൂട്യൂബ് ചാനലിലെ ക്ലാസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 91ാമത്തെ ചോദ്യം, ഒരു പ്രത്യേക ഭാഷയിൽ ഫയൽ എന്നത് UROV എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ ആ ഭാഷയിൽ സോർ എന്നത് എങ്ങനെ എഴുതാം? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഫയൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, UROV. അപ്പോൾ സോർ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അപ്പോൾ ഇവിടെ നമുക്ക് E എന്ന് പറയുന്ന ഫ്രണ്ടിൽ നിന്നും 5ാമത്തെ ആൽഫബറ്റ് ആണ്. V എന്ന് പറയുന്നത് പുറകിൽ നിന്നും 5ാമത്തെ ആൽഫബറ്റ്. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് ABCD ഇങ്ങനെ എഴുതാം. ABCDEFGHIJKL 13 ആൽഫബറ്റ് ഒരുമിച്ചിടാം. NOPQRSTUVWXYZ. അപ്പോൾ ഇതില് നോക്കുക, എഫിന് പകരം ഇവിടെ U വന്നു. നോക്കൂ, ഇവിടെ എഫിന് പകരം U അല്ലേ? അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ ഐക്ക് പകരം R ആണ് വന്നിരിക്കുന്നത്, എല്ലിന് പകരം ഓയും ഇക്ക് പകരം വി. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നത് സോറ് എങ്ങനെ എഴുതുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സിന്റെ നേരെ ഏതാണ്? H ആണ് വന്നിരിക്കുന്നത്. ഇനി H വരുന്ന ഒരു ഓപ്ഷനേ നമുക്കുള്ളൂ, അതായത് ബി ഓപ്ഷൻ HLFI. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. ബാക്കി ആൽഫബറ്റും കൂടി നമുക്ക് ചെക്ക് ചെയ്തേക്കാം. ഓയുടെ നേരെ ഏതാണ് വരുന്നത്? L വരും. അതെ, L. ഇനി യുടെ നേരെ F ആണ് വരുന്നത്, ആറിന്റെ നേരെ I ആണ് വരുന്നത്. അപ്പോൾ HLFI നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ഇവിടെ ആദ്യത്തെ ആൽഫബറ്റ് തന്നെ കണ്ടുപിടിച്ചപ്പോഴേ നമുക്ക് ഉത്തരത്തിലോട്ട് എത്താൻ കഴിഞ്ഞിരുന്നു. ഇനി ബാക്കി നമ്മൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പം ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ, അതായത് പുറകിൽ നിന്നുള്ള ഇത്രാമത്തെ ആൽഫബറ്റും മുമ്പിൽ നിന്നുള്ള അത്രാമത്തെ ആൽഫബറ്റും എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ എഴുതാവുന്നതാണ്. A തൊട്ട് M വരെ, അതിൽ നിന്നും തിരിച്ച് എന്നിൽ നിന്നും തിരിച്ച് ഇസഡിലോട്ടും ഇങ്ങനെ രീതിയിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും.
അപ്പോൾ ഈ ചോദ്യം കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 92ാമത്തെ ചോദ്യം. ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയും 4 ആൺമക്കളും അവരുടെ ഭാര്യമാരും ഉണ്ട്. ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളും എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആണുങ്ങളുണ്ട്? അപ്പോൾ ഇതൊരു ട്രീ എന്ന രീതിയിൽ വരയ്ക്കാം. ആണുങ്ങളെ മാത്രമാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം അജയൻ ആണുങ്ങളുടെ മാത്രം നോക്കിയാൽ മതി, കൊണ്ട് അജയന്റെ മാത്രം. അജയൻ എത്ര മക്കളാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? 4 മക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 1ാമത്തെ മകൻ, 2ാമത്തെ മകൻ, 3ാമത്തെ മകൻ, 4ാമത്തെ മകൻ, 4 ആൺമക്കളും ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികൾ. അപ്പം ഇയാൾക്ക് 3 ആൺകുട്ടികളുണ്ട്, ഇയാൾക്കും 3 ആൺകുട്ടികൾ, ഇയാൾക്കും 3, ലാസ്റ്റത്തെ ആൾക്കും 3. മൊത്തം എത്ര ആണുങ്ങളാണ് ഈ ഒരു ഫാമിലിയിലുള്ളതെന്ന് ആദ്യത്തെ എടുക്കുമ്പം ഒരാള്, 2ാമത്തെ കേസിൽ 4 പേര്. ഇതിപ്പം ഓരോ ആൾക്കും 3 വീതം മക്കളും ഉണ്ട്. അപ്പം 3 × 4 = 12. അപ്പോൾ 12 + 4 + 1 = 17 ആണുങ്ങളാണ് ആ കുടുംബത്തിലുള്ളത്. അതായത് ഓപ്ഷൻ സി 17 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 93ാമത്തെ ചോദ്യം. ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിലെ റൺ നിരക്ക് 3.2 ആണ്. ബാക്കിയുള്ള 40 ഓവറിൽ ഏത് റൺസ് നിരക്കിൽ റൺ എടുത്താലാണ് എതിർ ടീമിനെതിരെ 282 റൺസ് നേടാൻ സാധിക്കുക? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 10 ഓവറിൽ ശരാശരി എന്ന് പറയുന്നത് 3.2. അപ്പോൾ മൊത്തം 32 റൺസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനിയും ബാക്കി 40 ഓവർ ഉണ്ട്. അതിൽ ഏത് റൺ റേറ്റിൽ പോയാലാണ്, റൺ നിരക്കിൽ പോയാലാണ് നമുക്ക് ടോട്ടൽ 282 കവർ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇവിടെ എത്ര വേണമെന്നുള്ളത് ഇത് തമ്മിൽ കുറച്ചാലാണ് കിട്ടുന്നത്. അപ്പോൾ 282 - 32 ചെയ്യുമ്പോൾ നമുക്ക് 250 എന്ന് കിട്ടും. അപ്പോൾ 40 ഓവറിൽ നമുക്ക് 250 റൺസ് കവർ ചെയ്യണം. അപ്പോൾ ഇതിന്റെ റൺ റേറ്റ് കിട്ടാൻ 250/40 ചെയ്യാം. അപ്പോൾ നമുക്കിത് തമ്മിൽ 0 വെട്ടിപ്പോയി 25നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 6.25 എന്നാണ് ഉത്തരം ലഭിക്കുക. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരു ആവറേജിനെ ബേസ് ചെയ്തുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 94ാമത്തെ ചോദ്യം. ജോസഫ് ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് 30 km/മണിക്കൂർ വേഗതയിലും തിരിച്ച് 120 km/മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചു. ഈ 2 ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തുവെങ്കിൽ ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര? ഒരു വശത്തേക്കുള്ള ദൂരം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ 2 സ്പീഡ് തന്നു. ഒരു വശത്തേക്ക് ആദ്യം സഞ്ചരിച്ച 30 km/hലും തിരിച്ച് 120 km/hലുമാണ് സഞ്ചരിച്ചിരിക്കുന്നത്. ടോട്ടൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് അയാൾ 5 മണിക്കൂർ എടുത്തെന്നും പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ 2 സ്പീഡ് തന്നിട്ടുള്ളതുകൊണ്ട് ആവറേജ് സ്പീഡ് നമുക്ക് കണക്ക് കൂട്ടണം. ആവറേജ് സ്പീഡ് കണ്ടെത്താനായിട്ട് 2 × 120 × 30/120 + 30 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 × 120 × 30/150. ഇപ്പോൾ 0 വെട്ടിപ്പോയി 15നെ 30നെ 15 കൊണ്ട് ഹരിച്ച് ഇവിടെ 2 കിട്ടും. ഇവ സോൾവ് ചെയ്യുമ്പോൾ 48 km/h ആണ് ആവറേജ് സ്പീഡ് കിട്ടിയത്. ഇനി നമ്മുടെ മനസ്സിലുള്ള ഇക്വേഷൻ ഉണ്ട്, സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇവിടെ ഡിസ്റ്റൻസ് ടോട്ടൽ ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച ദൂരമാണ്. സ്പീഡ് × ടൈം. ഇവിടെ ആവറേജ് സ്പീഡ് എടുക്കണം. അപ്പോൾ 48 ടൈം എത്രയായിരുന്നു നമുക്ക് തന്നെ? 5 മണിക്കൂർ എന്നാണ്. 5 = 48 × 5 ചെയ്യുമ്പോൾ 240 km എന്നാണ് കിട്ടുന്നത്. അപ്പം ഓപ്ഷൻ സി 240 ആണ്. പക്ഷെ നമ്മൾ ചാടി കയറി 240ലേക്ക് കുത്തും. പക്ഷെ അതല്ല ഇവിടെ ഉത്തരം വരുന്നത്. ഒരു വശത്തേക്കുള്ള ദൂരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പം 240ന്റെ പകുതി,
ഇത്ര ദൂരമാണ് 240. 240ന്റെ പകുതി 120 കിലോമീറ്റർ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരു നല്ല ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 95ാമത്തെ ചോദ്യം. 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. ലാഭശതമാനം 8% മാത്രമേ വേണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം? അപ്പോൾ 114% എന്ന് പറയാം. പ്രോഫിറ്റ് കിട്ടിയതല്ലേ, അപ്പൊ 114% എന്ന് പറയാം. അയാൾക്ക് 2850 രൂപ. 2850 രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് 114% കിട്ടി, അല്ലെങ്കിൽ 14% അധികമായിട്ട് കിട്ടി. 8% മതിയായിരുന്നു അയാൾക്ക് ലാഭം. അപ്പം 108% ആണെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2850 ഇൻറ്റു 108/114. അപ്പോൾ 114നെയും 108നെയും 2 കൊണ്ട് ഹരിക്കുമ്പോൾ 54 താഴെ 57 കിട്ടും. 57ന്റെ 50 തവണയാണ് 2850. അപ്പം 50 എന്ന് വരും. അപ്പോൾ 54 ഇൻറ്റു 50 ചെയ്യുമ്പോൾ 2700 എന്നാണ് ഉത്തരം കിട്ടുക. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 96ാമത്തെ ചോദ്യം. 3 വയസ്സിന്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും? അപ്പം 5 കുട്ടികളാണ്, അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 3 വീതം. ഏറ്റവും ഇളയ കുട്ടിക്ക് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് തൊട്ട് മേളിലുള്ള കുട്ടി 3 വയസ്സ് മൂത്താണ്, x+3. അതിന്റെ മേളിലുള്ള കുട്ടി ഏറ്റവും ഇളയ കുട്ടിയേക്കാൾ 6 വയസ്സിന് മൂത്തായിരിക്കും. നാലാമത്തെ ആള് ഏറ്റവും ഇളയ ആളിൽ നിന്നും 9 വയസ്സ് മൂത്തതായിരിക്കും. ഇനി ഏറ്റവും മൂത്ത കുട്ടി ഇളയ കുട്ടിയേക്കാൾ 12 വയസ്സ് മുതൽ. ഇതിന്റെ തുക എന്ന് പറയുന്നത് 50 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എങ്കിൽ ഏറ്റവും ഇളയ കുട്ടിയുടെ പ്രായം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഈ തുകയെല്ലാം കൂടി, ഈ തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5x + 30 എന്നാണ് കിട്ടുന്നത്. = 15 എഴുതാം. അതായത് 12ഉം 9ഉം 6ഉം 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 എന്ന് കിട്ടും. ഇത് 5x + 30 = 50. 5x = 50 - 30. 5x = 20 എന്ന് കിട്ടും. x = 20/5 = 4. അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എന്ന് പറയുന്നത് 4 വയസ്സ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 97ാമത്തെ ചോദ്യം. 853 ഇൻറ്റു 1346 ഇൻറ്റു 452 ഇൻറ്റു 452 ഇൻറ്റു 226 എന്ന ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏത്? ഇവയെല്ലാം കൂടി ഗുണിച്ചു കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ഏതാണ്? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവയെല്ലാം ഗുണിക്കണം എന്നില്ല. ഇവിടുത്തെ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യകൾ മാത്രം ഗുണിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ 3 × 6 × 2 × 6 നോക്കിയാൽ മതി. 3 × 6 ചെയ്യുമ്പോൾ നമുക്ക് 18 എന്ന് കിട്ടും. അതിൽ 8 മാത്രം എടുക്കാം. 8 × 2 ചെയ്യുമ്പോൾ നമുക്ക് 16 എന്ന് കിട്ടും. അതിൽ 6 മാത്രം എടുക്കുക. 6 × 6, ഈ ലാസ്റ്റത്തെ 6 മാത്രം. 6 × 6 ചെയ്യുമ്പോൾ നമുക്ക് 36 ആണ് വരുന്നത്. അതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അതായത് 6 ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഒരു സിംഗിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 98ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. നമുക്ക് അതുകൊണ്ട് 99ാമത്തേലേക്ക് കടക്കാം. മോഹന്റെ ഒരു മാസത്തെ വരുമാനം 50,000 രൂപയാണ്. വരുമാനത്തിന്റെ 15% മക്കളുടെ പഠനത്തിനും 28% വീട് ചിലവിനും 10% വാടകയ്ക്കും ഉപയോഗിക്കുന്നു. എങ്കിൽ മാസാവസാനം മോഹന്റെ സമ്പാദ്യം എത്ര? അപ്പോൾ ഈ തന്നിരിക്കുന്ന ശതമാനക്കണക്കുകളെല്ലാം അയാളുടെ ചെലവുകളെ കുറിച്ചാണ്. അപ്പം അത് മൊത്തം ശതമാനം എന്ന് പറഞ്ഞാൽ 100. 100ൽ നിന്നും ഈ ശതമാനങ്ങളെല്ലാം കൂടി കുറയ്ക്കുമ്പോൾ അയാള് സമ്പാദിക്കുന്ന അയാളുടെ ശമ്പളത്തിൽ എത്ര ശതമാനമാണെന്ന് കിട്ടും. അപ്പം
അയാളുടെ ചെലവ് എത്ര ശതമാനമാണെന്ന് നോക്കാം. 15 പ്ലസ് 28 പ്ലസ് 10 ഈക്വൽ ടു 53% അയാൾ ചിലവാക്കുന്നുണ്ട്. ചിലവിന്റെ ശതമാനമാണ്. ബാക്കി 47% അയാളുടെ സമ്പാദ്യമാണെന്ന് പറയാം. അപ്പോൾ ഈ 50,000ന്റെ 47% നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് 0 വെട്ടിപ്പോയി 47 × 500 ഈക്വൽ ടു 23,500 രൂപയാണ് അയാളുടെ സമ്പാദ്യം വരുന്നത്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലാസ്റ്റത്തെ ചോദ്യം 100ാമത്തെ ചോദ്യമാണ്. 5 - 1/4 പ്ലസ് 2 1/2 പ്ലസ് 2 1/4 എത്ര? അപ്പം ഇതൊരു ഫ്രാക്ഷൻ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. 5 - 1/4 പ്ലസ് 2 1/2 പ്ലസ് 2 1/4 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെ മിക്സഡ് ഫ്രാക്ഷനെ എല്ലാം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്ര ഭിന്നത്തെ എല്ലാം വിഷമ ഭിന്നമാക്കി മാറ്റണം. അപ്പോൾ 5 - 1/4 പ്ലസ് ഈ മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കുമ്പോൾ ഇത് 5/4 എന്നാകും. പ്ലസ് ഇതിനെ മാറ്റുമ്പോൾ 5/2 ആണ്. 5/2 9/4 ആകും. പക്ഷേ ഇവിടെ ഇവ മാത്രം 2 ഡിനോമിനേറ്റർ പറഞ്ഞ് ബാക്കി രണ്ടിടത്തും 4 ഉണ്ട്. അപ്പം ഇവയെ 4 എന്ന രീതിയിലാക്കി. 4 എന്നാക്കുമ്പം ഇവിടെ 2 കൊണ്ട് ഗുണിക്കണം, താഴെയും മേളിലും ഗുണിക്കണം. അപ്പോൾ ഇത് അടുത്ത സ്റ്റെപ്പിൽ 5 - 1/4 പ്ലസ് 10/4 പ്ലസ് 9/4 എന്നാകും. 5 - 1 പ്ലസ് 10 പ്ലസ് 9/4 എന്ന് വരും. ഈക്വൽ ടു 5 - 20/4 എന്ന് കിട്ടും. 20നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 5 എന്നാണ് വരുന്നത്. അപ്പം 5 - 5 ഈക്വൽ ടു 0 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് 20 ചോദ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.